പേരുകൾ ഓർമ്മയുണ്ടോ? ഈ ഓമപ്പറമ്പ് അങ്ങനെയുള്ള പഴയ ഹോമം ചെയ്തുകൊണ്ട് അക്കരോട്ട് പോകുന്നേ, പൂതക്കുള്ളിലോട്ട്. ആ, ഇവിടെ ഹോമം ചെയ്തിട്ട് പൂതക്കുള്ളിലോട്ട് പോവാ. അപ്പൊ എന്തോ അതിന്റെ ഒരു ഐതിഹ്യം. ഹോമം നടത്തത്തില്ലേ, മല്ലടിയോ വല്ലടി. ആ, അതെവിടാ? അത് നേരെ ശ്രീകുമാരൻ്റെ ഒക്കെ വീട് വല്ലടി. അത് വല്ലടി എന്ന് പറഞ്ഞാലേ ഇത് നമ്മുടെ എല്ലാം കൂടി നമുക്കൊരു വഴക്കമുണ്ടാക്കുമല്ലോ. വഴക്കമുണ്ടാക്കുമ്പം നീ മല്ലടിക്കരുത്. ഇവര് പറഞ്ഞതല്ല പണ്ടത്തെ പോലില്ല ഘോഷയാത്ര. നമുക്കറിയത്തില്ല അന്ന് ഈ ഘോഷയാത്ര പോക്കും വരവും അമ്പലവും ദേവാലയവും ഒക്കെ നമുക്കൊന്നും അറിയത്തില്ല. അപ്പം ഈ വല്ലടി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആളുകളെ ആയിരുന്നു. ഇവിടെ ഈ മർത്തവ പള്ളിയില്ലേ, അവിടെ ഒരു 18 ഏക്കർ ഉണ്ടായിരുന്നു. നമ്മുടെ അങ്ങനെ കുളികണ്ടങ്ങ വരെ എല്ലാം വിറ്റ് കുടിഞ്ഞു പോയതാണ്. എല്ലാം വിറ്റ് പൈസ അങ്ങനത്തെ കാലമാണ്. ഈ വക്കീൽ പൈസക്കാരനെ എങ്ങനെയാണ് അറിയാമോ? ഇവിടുത്തെ മോനെ ഇവിടുത്തെ ഈ പണക്കാരനാരും ഉണ്ടാക്കിയതല്ല, മനസ്സിലായോ? എൻജി ചാക്കു നമുക്കിപ്പോൾ ഒരു പെണ്ണെ കെട്ടിക്കാനുണ്ട്, നമ്മുടെ പൈസ ഇല്ല, ഒരു 50 രൂപ അന്നത്തെ കാലത്താണ്. അപ്പം ഇത്ര ദിവസം തന്നില്ലെങ്കിൽ നിന്നെ ഇറക്കി വിടും, മനസ്സിലായോ? ഈ രാഷ്ട്രീയക്കാർക്ക് തീയും കൊടുത്ത് ഗർഭിണികളായി ഇവൻ്റെ വെല്ലത്തിനെ ഇറക്കി വിട്ട് എനിക്കറിയാം. ഇവിടുന്ന് ഈ താഴേന്ന് ഞാനൊന്ന് കുഞ്ഞാണ്. ഇവൻ്റെ അച്ഛന് ഇവൻ്റെ ഒരപ്പച്ചോട് റാന്നൊരപ്പച്ചോട് വരും. ഇവര് 3 പേര് വന്നിവിടെ താമസിച്ചു. നെടുവേലിക്കാരുടെ ഇല്ലത്തുകാരുടെ ആയിരുന്നു. അവർക്ക് ഉച്ചമൂന്ന് കൈയ്യെടുത്താൽ മീമ്പത്തിന് കാലത്ത് വന്നപ്പോൾ അന്ന് ചോദിച്ചിട്ട് നെടുവേലിക്കാരെല്ലാം ഇവിടെ വന്ന് പിടിച്ചിറക്കി വിട്ടത്. അങ്ങനെ ഇവിടെ വന്ന് താമസിച്ചതാണ്. അന്ന് എൻ്റെ വല്യപ്പൻ ഇവിടുത്തെ പ്രമാണിയായിരുന്നു. ഇവിടുത്തെ പുള്ളിക്ക് 2 കണ്ടും കാണും. ഞങ്ങൾക്ക് ഇവിടെ 18 ഏക്കറായിരുന്നു. അങ്ങനെ ദിലീപിൻ്റെ അവിടെ ഞങ്ങൾക്ക് 18 ഏക്കറാണ്. അവിടെയാണ്. അപ്പം ഇവൻ്റെ വല്യമ്മ എൻ്റെ വല്യപ്പൻ്റെ ഒരു 2 കുഞ്ഞ നീ അപ്പോഴും ഒരു ഷർട്ട് വെച്ച് അവിടെ താഴ്ത്തു കുഞ്ഞുങ്ങളെ അങ്ങനെ പിടിച്ച് പറക്കിയിട്ട കാലങ്ങളുണ്ട്. അവന്മാരെല്ലാം നമ്മളെ പിടിച്ചിറക്കി. ഇവരൊന്നും പൈസ കൊടുത്തു എടാ എൻ്റെ 50 രൂപ കൊടുത്ത് നിന്നൊക്കെ 50 രൂപ എന്നിട്ട് നിന്നെ പിടിച്ചിറക്കി വിടും. നീ വളരെ പൊക്കോണം, അല്ലേ പറയ്ക്ക് തീ വെക്കും. തീ വെക്കും. നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? അങ്ങനെയാണ് ഈ എം ജി ചാക്കോയുടെയും ഈ പൂതപ്പയുടെ കുടുംബം എല്ലാം. അതാണ് എം ജി ചാക്കോയുടെ അയാൾ ഞാൻ കൊണ്ട് ആഹാരം കൊടുത്തു. എന്നെ വിശക്കുന്നേ എനിക്കാരും തരാനില്ലേ, ഞാൻ കൊണ്ട് ആഹാരം കൊടുത്തു. ഞാൻ ചിലപ്പോൾ തീട്ടത്തെ കുഴിച്ച് കിടക്കുക. ഇപ്പോഴും കോടികളുണ്ട്. മക്കളെല്ലാം പോട്ടനാന്നോ ഭ്രാന്തനാന്നോ പോട്ട ഒന്നുമില്ല. കുറച്ച് അവിടെ കിടപ്പുണ്ട്. വെട്ടാൻ പോകുന്നതിൻ്റെ പുറകെ പോകും. ഒട്ടുപാല് വാരി ഏതാ പട്ട വെട്ടി എടുത്തില്ലേ, അത് അങ്ങനെ കവറിനകത്ത് വെച്ച് വീട്ടിൽ എന്താ വരിക മോനെ അൻ്റെൻ്റെ ഒത്തിരി ഒരു മോതിരമായിട്ട് മാറ്റുന്നത്. നമ്മൾ അവകാശമുള്ള ചോദിക്കുക. അതവർക്ക് കൂലിപ്പണിയാണോ അത് നമ്മൾ ചെയ്ത് വാങ്ങിക്കുക, അല്ലേ? അങ്ങനെയൊക്കെയാണ്. വളരെ പറ്റി മനസ്സിലായല്ലോ. ഇനി എന്താ കേൾക്കണ്ടേ? അതാ പറഞ്ഞ ഇപ്പം ഹോമപ്പറമ്പെന്ന് പറഞ്ഞില്ല. ഇപ്പം ഇവിടുന്ന് ഹോമം ചെയ്തിട്ട് ആരായിരുന്നു പോകുന്നത്? ഈ പറഞ്ഞ ഇല്ലത്തുകാരുടെ ആരെന്നാ പറഞ്ഞല്ലേ? അപ്പം അത് മൊത്തം ഇല്ലത്തുകാരുടെയാ, ആലമക്കാരുടെയാ. അപ്പം അവരായിരിക്കും കർമ്മം ചെയ്യുന്നത്. ഇവിടെ അക്കരെ കൊണ്ടുപോകായിരിക്കും. ഓ ശരിയാ. അപ്പം മറ്റേത് അവരുടെ തന്നെ ആയിരിക്കണം. ഈ പറഞ്ഞ മറ്റേ അമ്പലവും പൂതക്കുഴി ആയിരിക്കാം. അവർ വിട്ടുകൊടുത്തതായിരിക്കണം. പക്ഷെങ്കിലേ എൻ്റെ ഓർമ്മ ഞാൻ കണ്ടോണ്ട് അവിടെ നേരക്കകത്ത് വിളക്ക് വെക്കുന്നത്. തൂക്ക് വിളക്ക്. ആരാ വെക്കുന്ന വിളക്ക്? പൊന്നസാറിൻ്റെ തോമസ് അമ്മ. ഈ അഡ്വക്കേറ്റ് എം ജി ചാക്കോയുടെ പെങ്ങളായിരുന്നു അവരുടെ ഭർത്താവ് ഭാര്യ. വള്ളം തോമസ് മാത്തുവിൻ്റെ ഞാൻ കണ്ടിട്ടുണ്ട്. നിലവരക്കകത്ത് വിളക്ക്, തൂക്ക് വിളക്ക് നിലവരക്കകത്ത് ഞാൻ കണ്ടുണ്ട്. ആ തള്ള യാതൊരു വരെ വിളക്കുണ്ടായിരുന്നു. പിന്നെ തോമസ് മാത്തിയ പിന്നെ അവർ ദൈവത്തിലോട്ട് പോയി. അങ്ങനെ പോയി ഇങ്ങനെ പോയി എല്ലാം അങ്ങനെ പോയി. ഇപ്പം അവരുടെ മക്കളൊക്കെ ഇവിടെ ഉണ്ടോ? ഇല്ല, ആരും ഇല്ല. ഇല്ല ഇല്ല, ഇവിടെ ആരും താമസമില്ല. ഇല്ല ഇല്ല. ഒരു മോനുണ്ട്, അവൻ്റെ അക്കൽ താമസം. അവന് ഗ്രാമത്തിൽ എല്ലാവരും കാണും. ആണല്ലേ? ഇവിടെ അപ്പം കുടുംബത്താരും താമസമില്ല? ഇല്ല ഇല്ല ഇല്ല, ആരും ഇല്ല. ഇന്ന് കിടക്കുക. അവർ വിറ്റോ അതോ? ഇല്ല, വിറ്റിട്ടില്ല. കിടക്കുക. അതാ പൂതക്കുഴി. ഇപ്പോഴും കല അവിടെ കിടപ്പുണ്ട്. വേറെ സംശയമുണ്ട് പോയി കാണാം. നമ്മൾ ഈ നടക്കലില്ലേ, അമ്പലത്തിൻ്റെ കല്ലിപ്പോഴും അവിടെ കിടപ്പുണ്ട്.
എവിടെ ആയിട്ടാ അത്? അവിടെ അയ്യത്ത് ആ അയ്യോ അവിടെ അയ്യത്ത് നമ്മുടെ ഈ അമ്പലത്തിൻ്റെ കാലില്ല നമ്മൾ സ്റ്റെപ്പ് കയറുന്നേ ആ ഇപ്പോഴും ആ കല അവിടെ കിടപ്പുണ്ട്. ആ ഈ ഒരു അടുത്ത സമയം വരും ഞാൻ ചിലപ്പോൾ ഒരു 10-30 കല്ല് മേളിൽ കിടപ്പുണ്ട്. ആ സ്റ്റെപ്പായിട്ട് കിടക്കുന്നതാണോ? അല്ല ചുമ്മാ ഇളക്കിയിട്ടേക്കുവാ. ആ അവിടെ ഞങ്ങൾക്ക് പോയി ഫോട്ടോ എടുത്ത് നോക്കാൻ അതാ ഞാൻ ചോദിച്ചത്. ചുമ്മാ ഇളക്കിയിട്ടേക്കുവാ. അതൊന്ന് പോയി കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ആ പോയി കാണാം, പോയി കാണാം. മോനെ ഇതൊക്കെ ഐതിഹ്യമുള്ള കോവില്.